ഹലോ ഡിയേഴ്സ്, ഇന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ സിറ്റുവേഷൻ ആണ് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസൊണേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസൊണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ട് കളയുക. ജനറൽ റീഡിംഗ് കണ്ടതിന് ശേഷം ലൈഫിൽ ആരും ഒരു ഡിസിഷൻ എടുക്കാതെ ഇരിക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ സിറ്റുവേഷൻ ആണ് നോക്കുന്നത്, നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴത്തെ എനർജി. ഇവിടെ നിങ്ങളുടെ പേഴ്സന്റെ എനർജി ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. അത് മേ ബി നിങ്ങൾ തമ്മിലുള്ള ഒരു സെപ്പറേഷൻ ആയിരിക്കാം. എന്തായാലും ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഒരു പെയിൻഫുൾ എൻഡിങ് ഉണ്ടായി എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. അത് മേ ബി നിങ്ങളുമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു തേർഡ് പാർട്ടി ഇഷ്യൂ ആയിരിക്കും. എന്തായാലും അവർ ഇപ്പോൾ വളരെയധികം പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം സങ്കടത്തിലാണ്, വളരെയധികം വിഷമത്തിലാണ്. മൈൻഡിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്, ഒരുപാട് ചിന്തകളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നില്ല. ഒരു ചഞ്ചലപ്പെടുന്ന ഒരു മനസ്ഥിതി. ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് പോകുമ്പോൾ അവരുടെ ലൈഫിൽ, അവരുടെ മൈൻഡിൽ ഒരുപാട് ചിന്തകൾ കടന്നു വരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്കൊരു പൂർണ്ണമായ ഒരു ഡിസിഷനിലേക്ക് എത്തിച്ചേരാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ വളരെ ഏകാന്തമായിട്ടുള്ള ഒരു ജീവിതമാണ് ഇപ്പോൾ നയിക്കുന്നത്. ആരോടും തന്റെ സങ്കടങ്ങളൊന്നും തുറന്നു പറയാനില്ലാതെ വളരെയധികം വിഷമിച്ചിരിക്കുന്ന ഒരാളെയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എന്തായാലും ആ ഒരു പേഴ്സൺ ഇപ്പോൾ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടെയാണ് കടന്നു പോകുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫിൽ കാണുന്നത് പോലെയല്ല കാര്യങ്ങൾ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അവരുടെ ഉള്ളിൽ അവർക്ക് ഒരുപാട് സങ്കടമുണ്ട്. മേ ബി അവർ പുറത്ത് അത് കാണിക്കുന്നുണ്ടാവില്ല. എന്തായാലും അവരുടെ ഉള്ളിൽ ഒരുപാട് സങ്കടമുണ്ട്. എന്തൊക്കെയോ കാര്യങ്ങൾ അവരുടെ ലൈഫിൽ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് ഇവിടുത്തെ ഈ ഒരു രണ്ട് കാർഡ്സിൽ എനിക്ക് കാണാൻ കഴിയുന്നത്. നമുക്ക് നോക്കാം അവരുടെ ലൈഫിൽ ഉണ്ടായ ആ ഒരു പെയിൻഫുൾ എൻഡിങ് അതെന്തായിരുന്നു എന്നുള്ളത്. ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ അനുഭവിക്കുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞു. അത് മേ ബി തേർഡ് പാർട്ടിയിൽ നിന്ന് ഈ ഒരു പേഴ്സണ് കിട്ടുന്ന കർമ്മയായിരിക്കാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. എന്തായാലും നിങ്ങളെ ചതിച്ചിട്ട് പോയ ഒരു പേഴ്സൺ ആയിരിക്കാം ഈ ഒരു പേഴ്സൺ. അപ്പോൾ നിങ്ങളോട് ചെയ്തതിന്റെ കർമ്മയുടെ ഫലമാണ് തേർഡ് പാർട്ടിയിൽ നിന്ന് ഈ ഒരു പേഴ്സൺ അനുഭവിക്കുന്നത്. അപ്പോൾ ഈ ഒരു പേഴ്സൺ വിശ്വസിച്ചു പോയ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെ, ആ ഒരു തേർഡ് പാർട്ടി തന്നെ, ആ ഒരു പേഴ്സൺ വിശ്വസിച്ച തേർഡ് പാർട്ടി തന്നെ ഈ ഒരു പേഴ്സണെ ഒരു ചതിച്ച ഒരു സിറ്റുവേഷൻ ആണ് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ഒരു പേഴ്സൺ പാസ്റ്റിനെ ഓർത്ത് റിഗ്രറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നു. അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല. ഒരുപാട് തേർഡ് പാർട്ടി ഒരുപാട് മുറിവുകൾ ഈ ഒരു പേഴ്സണ് കൊടുത്തിട്ടുണ്ടായിരിക്കാം. അപ്പൊ അതെല്ലാം ഓർത്ത് ഈ ഒരു പേഴ്സൺ വളരെയധികം ദുഃഖത്തിലാണ് ഈ ഒരു പേഴ്സൺ. അതായത് ഈ ഒരു തേർഡ് പാർട്ടി വളരെയധികം കൺട്രോളിംഗ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടിയാണ്. ഈ ഒരു പേഴ്സണെ അനുസരിപ്പിക്കാൻ കഴിവുള്ള ഒരു തേർഡ് പാർട്ടിയാണ്. അപ്പം ഈ ഒരു പേഴ്സൺ അപ്പം ഇത്രയധികം സങ്കടത്തിലുള്ളത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ്. ഇവിടെ അവരുടെ ലൈഫിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു പെയിൻഫുൾ എൻഡിങ് ഉണ്ടായി അവരുടെ ലൈഫിൽ. മേ ബി ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവസാനിച്ചിരിക്കുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ഒരു പേഴ്സൺ വളരെയധികം തകർച്ചയുടെ വക്കിലാണ് എന്നുള്ളതാണ് കാണുന്നത്. ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഈ ഒരു പേഴ്സൺ ഉണ്ട്. അപ്പം തേർഡ് പാർട്ടിയിൽ നിന്ന് ഇപ്പോൾ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആണ് ഈ ഒരു പേഴ്സൺ. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സണ് ഒരുപാട് ആ ഒരു പാസ്റ്റ് റിലേഷൻഷിപ്പിൽ നിന്ന് ഒരുപാട് മുറിവുകൾ ഈ ഒരു പേഴ്സൺ ഉണ്ടായിട്ടുണ്ട്. അവരുടെ ലൈഫിൽ ഒരുപാട് ട്രോമ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ഫിനാൻഷ്യൽ ലോസ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർക്കൊരു തിരിച്ചറിവ് വന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പൊ അതാണ് നമുക്ക് രണ്ടാമത്തെ കാർഡ് കിട്ടിയ മൂൺ കാർഡ്. ആള് കാണുന്നത് പോലെ ഒന്നുമല്ല, ആൾക്ക് ഒരുപാട് സങ്കടമുണ്ട് ഉള്ളിൽ. ചെയ്ത തെറ്റുകളെ കുറിച്ചിട്ടുള്ളതായിരിക്കാം. എന്തായാലും ഇപ്പോൾ ആൾക്ക് ഒരു തിരിച്ചറിവ് വന്നതായിട്ടാണ് കാണുന്നത്.
അപ്പം നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇനിയും തുടങ്ങണം, അത് എൻ്റെ ആയിപ്പോയ റിലേഷൻഷിപ്പ് ഇനിയും സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നു. ആ ഒരു പേഴ്സണ് തന്നെ അറിയാം ആ ചെയ്ത തെറ്റുകളെ കുറിച്ച് ആലോചിച്ചിട്ട്. അപ്പം ഇപ്പോൾ ആളുടെ ലൈഫിൽ ഒരു ജഡ്ജ്മെന്റ് പീരീഡ് ആണ്. തെറ്റേത് ശരി ഏത് എന്നൊക്കെ ഉള്ളത് തിരിച്ചറിവിന്റെ ഒരു സമയമാണ്. ഇപ്പോൾ ചെയ്ത തെറ്റുകളെ കുറിച്ച് ആലോചിക്കുന്നു. ഇപ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് ആ ഒരു വ്യക്തിക്ക് തന്നിരിക്കുന്നത്. എന്തായാലും തേർഡ് പാർട്ടിയുമായിട്ട് ഇപ്പോൾ ആ ഒരു വ്യക്തി ബ്രേക്കപ്പ് സിറ്റുവേഷനിലാണ്. ഒരുപാട് ഫിനാൻഷ്യൽ ലോസ് വന്നതായിട്ട് കാണുന്നു. ഈ ഒരു വ്യക്തി നിങ്ങളുടെ അരികിലേക്ക് വരുന്നതാണ്. അതിന്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങളെ ഒരു വിലയുമില്ലാതെ വലിച്ചെറിഞ്ഞ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു നിങ്ങളുടെ ലൈഫിൽ. അന്നൊന്നും നിങ്ങളുടെ ആ ഒരു വിഷമമോ സങ്കടമോ ഒന്നും ഈ ഒരു പേഴ്സൺ കാണാനായിട്ട് നിന്ന് കാണില്ല. പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് ഈ ഒരു പേഴ്സൺ തയ്യാറായി നിൽക്കുന്നതാണ് കാണുന്നത്. നിങ്ങൾക്ക് വേണ്ടി ഇനി എന്ത് വിട്ടുവീഴ്ചയും ചെയ്യാം എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് തന്നെ അവരുടെ സ്നേഹവുമായി തിരികെ എത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഈ ഒരു സമയം. എന്തായാലും ഈ ഒരു പേഴ്സൺ ഒരുപാട് ലെസൺസ് എടുത്തതായിട്ടാണ് കാണുന്നത്. വളരെയധികം ഏകാന്തത അനുഭവിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ. അതുകൊണ്ട് തന്നെ തനിച്ചിരുന്ന് നിങ്ങളെ പറ്റിയിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്. ഇത്രയും കാലം മറ്റൊരാൾക്ക് വേണ്ടിയിട്ടായിരിക്കാം നിങ്ങളെ മാറ്റി നിർത്തപ്പെടേണ്ടി വന്നത്. അപ്പം എന്തായാലും ഇപ്പോൾ ആ ഒരു പേഴ്സൺ തനിച്ചിരുന്ന് നിങ്ങളെ പറ്റി ആലോചിക്കുന്നതാണ് കാണുന്നത്. ഇവിടെ മറ്റൊരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ച സിറ്റുവേഷൻസ് ഇവിടെ കാണുന്നുണ്ട്. ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ തന്നെ ഒരുപാട് നാടകം കളിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങളോട്. അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ആ ഒരു പേഴ്സൺ ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. നിങ്ങളെ വാക്കുകളാലും മെന്റലി ഫിസിക്കലി എല്ലാം നിങ്ങളെ ടോർച്ചർ ചെയ്ത സിറ്റുവേഷൻസ് ഇവിടെ കാണുന്നുണ്ട്. എന്തായാലും അന്ന് നിങ്ങൾ കരഞ്ഞുകൊണ്ട് തിരിഞ്ഞു പോകുന്ന ഒരു എനർജിയാണ് നിങ്ങൾ. പക്ഷെ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഓർത്തിട്ട് കരയുകയാണ്. അവർക്ക് ചെയ്ത തെറ്റുകളെ പറ്റി ഓർത്തിട്ട് കുറ്റബോധമുണ്ട്. ഇപ്പോൾ അന്ന് നിങ്ങൾ അനുഭവിച്ച വേദനയാണ് ഇന്ന് നിങ്ങളുടെ പേഴ്സൺ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അന്ന് നിങ്ങൾ എന്തുമാത്രം വേദന അനുഭവിച്ചെന്ന് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കും. അതാണ് കാണുന്നത്. ഇപ്പോൾ ആ ഒരു പേഴ്സൺ നിങ്ങളോട് ചെയ്തതിന്റെ കർമ്മയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് കാർഡ് ജസ്റ്റിസ് ആണ് കിട്ടിയത്. അതായത് ഇവിടെ ആ ഒരു പേഴ്സൺ ഒരു കർമ്മയിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളോട് ചെയ്തതിന്റെ കർമ്മ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരാനായിട്ട് ആഗ്രഹിക്കുന്നു. അതാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അവരുടെ ഏറ്റവും വലിയ ഒരു കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് തരാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങളെ ഇപ്പോൾ വളരെയധികം വാല്യുബിൾ ആയിട്ടാണ് ഈ ഒരു പേഴ്സൺ കാണുന്നത്. അപ്പൊ നിങ്ങളുടെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ലൈഫ് പ്രൊവൈഡ് ചെയ്യണമെന്ന് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നു. കിങ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. അതായത് ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എനർജി. നിങ്ങൾ മൊത്തം ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം, നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരണം എന്നുള്ളതാണ്. ആ ജസ്റ്റിസ് എന്ന് പറയുന്നത് നിങ്ങൾ മൊത്തമുള്ള ഒരു സ്പിരിച്വൽ യൂണിയൻ ആണ്. കൂടുതൽ കാഴ്ചവെക്കേണ്ടിയില്ല. കാരണം ഈ ഒരു സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പം ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടാനായിട്ട് പോകുന്നു. അതായത് നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഇനി ഒരു സ്പിരിച്വൽ യൂണിയൻ ആണ് ഉണ്ടാവാൻ പോകുന്നത്. കാരണം ഈ ഒരു പേഴ്സൺ എല്ലാം തിരിച്ചറിഞ്ഞാണ് നിങ്ങളുടെ അരിയിലേക്ക് വരുന്നത്. കാരണം ഒരുപാട് പാഠങ്ങൾ പഠിച്ചു, തേർഡ് പാർട്ടി പഠിപ്പിച്ചു എന്ന് വേണം പറയാനായിട്ട്. അപ്പം ഒരുപാട് പാഠങ്ങൾ പഠിച്ചു വരുമ്പോൾ അവർക്ക് അത്രയേറെ കമ്മിറ്റ്മെന്റ് ആയിരിക്കും നിങ്ങളോട് തരാനായിട്ട് നിങ്ങൾക്ക് പോകുന്നത്. അതായത് ഒരുപാട് സങ്കടകരമായ അവസ്ഥയിലൂടെ കടന്നു പോയിട്ട് വരുന്ന ഒരാളാണ് നിങ്ങളുടെ പേഴ്സൺ.
അപ്പം അതിന്റെ ആ ഒരു കർമ്മയെല്ലാം കിട്ടിയത് കൊണ്ട് തന്നെ നിങ്ങളോട് വളരെയധികം കമ്മിറ്റ്മെന്റോടുകൂടി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പം ഇപ്പോൾ നിങ്ങളുമായിട്ട് അവരുടെ സ്നേഹം പങ്കിടാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ ഒരു സോൾമേറ്റ് കണക്ഷനായിട്ട് ഇവിടെ കാണുന്നു. ഇനി നിങ്ങളുടെ പേഴ്സന്റെ സോൾ മെസ്സേജ് ആണ് ഞാൻ നോക്കുന്നത്. ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ സിറ്റുവേഷൻ ആണ്. നിങ്ങളുടെ പേഴ്സന്റെ എനർജിയും നമ്മൾ നോക്കി. ഇനിയും നിങ്ങളുടെ പേഴ്സന്റെ സോൾ മെസ്സേജ് ആണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം സങ്കടത്തിലാണ്. ആദ്യമേ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പം ഇപ്പോൾ എന്തായാലും അവരുടെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒന്നുമില്ല. കാരണം ഇത് ഹെർമിറ്റ് എനർജിയാണ്. ഒറ്റയ്ക്കാണ്, ആള് ഒറ്റയ്ക്കാണ്. അപ്പം ഒറ്റയ്ക്കിരുന്ന് നിങ്ങളെ പറ്റി ചിന്തിക്കുകയാണ്. നിങ്ങളുമൊത്ത് ആ ഒരു ലൈഫിന്റെ ഫ്യൂച്ചറിനെ പറ്റിയിട്ട് ചിന്തിക്കുകയാണ്. അപ്പൊ ആളുടെ മനസ്സിൽ ഇപ്പോൾ നിങ്ങൾ എന്നുള്ള വ്യക്തി മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് സ്ട്രോങ് ആക്കാനും ഒക്കെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അവരുടെ മനസ്സിൽ വേറെ ഒന്നുമില്ല. അപ്പം അവർ ഫ്യൂച്ചറിനെ പറ്റി പ്ലാൻ ചെയ്യുന്നുണ്ട്. ചെയ്ത തെറ്റുകളെ പറ്റി ആലോചിക്കുന്നു. ഇവിടെ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ആ ഒരു പേഴ്സന്റെ ലൈഫിൽ ഒരു ട്രാൻസ്ഫർമേഷൻ ആണ് വന്നിരിക്കുന്നത്. അതായത് ആ ഒരു വ്യക്തി ഇത്രയും നാൾ ഫോളോ ചെയ്തതിന് വന്നിരുന്ന രീതികളിലെല്ലാം മാറ്റം വരുത്തി നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അത് എന്തായിപ്പോയ ആ ഒരു റിലേഷൻഷിപ്പിന് ഇനിയും റീബർത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നു. അതിന് നിങ്ങളുടെ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് തരാനായിട്ട്. ആ ഒരു പേഴ്സന്റെ കയ്യിൽ ഇരിക്കുന്നത് നിങ്ങൾക്കുള്ള കമ്മിറ്റ്മെന്റ് ആണ്. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ എല്ലാം തിരിച്ചറിഞ്ഞുള്ള വരവാണ്. ഒരു കാർഡൂടെ നോക്കാം. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് തരാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. വളരെയധികം ഈ ഒരു സമയം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു പേഴ്സൺ ചെലവഴിക്കുന്നതാണ് കാണുന്നത്. നിങ്ങളെ വളരെയധികം വാല്യുബിൾ ആയിട്ടാണ് കാണുന്നത്. കിങ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. വളരെയധികം കമ്മിറ്റ്മെന്റോട് കൂടി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിൽക്കണമെന്നാണ് അവരുടെ സോൾ മെസ്സേജ്. അപ്പൊ നമുക്കിനി യൂണിവേഴ്സിന്റെ ഗൈഡൻസ് കൂടി നോക്കാം. ഇവിടെ 5 ഓഫ് പെന്റക്കിൾസ് ആണ് കിട്ടിയിരിക്കുന്നത്. യൂണിവേഴ്സിന്റെ ഗൈഡൻസ് എന്തെന്നാൽ നിങ്ങൾ ഒരുപാട് വിഷമഘട്ടത്തിലൂടെ ഇതിനോടകം തന്നെ കടന്നു പോയി എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിന്റെ തകർച്ച അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കായി പോയ ആ ഒരു ഫീല് അതിൽ നിന്നെല്ലാം നിങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. അപ്പൊ നിങ്ങളുടെ ലൈഫിൽ കുറച്ചുകൂടി ബോൾഡ് ആവുക, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു ഡിസിഷനിലേക്ക് എത്തിച്ചേരുക. അതുപോലെ തന്നെ നിങ്ങളുടെ എനർജി നോക്കുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം ഒരു പ്രതികാര ബുദ്ധി സൂക്ഷിക്കുന്നതായിട്ടാണ് കാണുന്നത്. മേ ബി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായ ആ ഒരു ട്രോമയായിരിക്കാം നിങ്ങൾ ഈ ഒരു രീതിയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഇപ്പോൾ കുറച്ച് ബോൾഡ് ആയിരിക്കാം, അല്ലെ ലൈഫിൽ ഈ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം നിങ്ങൾ കുറച്ചുകൂടി ബോൾഡായി മാറിയിട്ടുണ്ടായിരിക്കാം, കുറച്ച് സീരിയസ് ആയിട്ടുണ്ടായിരിക്കാം. അപ്പം എന്തായാലും നിങ്ങളൊരു പ്രതികാര ബുദ്ധി ഇവിടെ സൂക്ഷിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഈ ഒരു സമയം നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾ കൺട്രോൾ ചെയ്ത് വെക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. അത് ദേഷ്യമായിക്കോട്ടെ, നിങ്ങൾക്ക് എന്തുണ്ടായാലും അത് നിങ്ങൾ ഒന്ന് കൺട്രോൾ ചെയ്യുക, അതാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു മാനിഫെസ്റ്റേഷൻ പോസിബിൾ ആകും എന്നുള്ളതാണ് കാണുന്നത്. മേ ബി അത് 8 ഡേയ്സിനുള്ളിൽ, ഒരു 1 വീക്കിനുള്ളിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് കൊണ്ടുവരുത്തും ഈ ഒരു മാനിഫെസ്റ്റേഷൻ. അത് നിങ്ങൾ മനസ്സിലാക്കുക.
ഇവിടെ നിങ്ങൾ വളരെയധികം നിങ്ങളുടെ പേഴ്സണെ മിസ് ചെയ്യുന്ന ഒരു എനർജിയാണ്. നിങ്ങളുടെ മനസ്സിൽ ആ ഒരു പേഴ്സണോട് ദേഷ്യം ഉണ്ടെങ്കിലും പ്രതികാര ബുദ്ധി ഉണ്ടെങ്കിലും നിങ്ങൾ ആ ഒരു പേഴ്സണെ വളരെയധികം മിസ് ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു പേഴ്സണൂടെ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ലൈഫിൽ സന്തോഷിക്കാൻ പറ്റൂ എന്ന് നിങ്ങൾ കരുതുന്നു. അപ്പം യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷങ്ങളുണ്ട് നിങ്ങളുടെ ചുറ്റും. അതെല്ലാം വേണ്ടാന്ന് വെച്ച് നിങ്ങൾ ഇരിക്കുകയാണ്. ആ ഒരു സന്തോഷത്തിൽ കൂടി നിങ്ങൾ കൂടുതൽ എൻഗേജ്ഡ് ആവാനാണ് യൂണിവേഴ്സ് പറയുന്നത്. അല്ലാതെ ഈ ഒരു സങ്കടത്തിൽ മാത്രം ഇരുന്ന് കഴിഞ്ഞാൽ ലൈഫിലെ മറ്റുള്ള കാര്യങ്ങളിലൊന്നും നിങ്ങൾക്ക് ഒരു സന്തോഷം കണ്ടെത്താനായിട്ട് സാധിക്കുകയില്ല. ഈ ഒരു സമയം നിങ്ങൾ വളരെ ക്ഷമയോട് കൂടിയിട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്ക് വൈകാതെ ഒരു ഓഫർ വരുന്നതാണ്. അത് നിങ്ങളുടെ പേഴ്സന്റെ ആണ്. നമ്മൾ നോക്കിയപ്പോൾ കണ്ടു ഇവിടെ ഒരു സ്പിരിച്വൽ യൂണിയൻ ആണ് നിങ്ങളുടെ പേഴ്സണുമായിട്ട്. നിങ്ങൾ വെയിറ്റ് ചെയ്യുക, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. ആ ഒരു പേഴ്സൺ നിങ്ങൾക്കൊരു ഓഫറുമായി എത്തുന്നതാണ്.